ദൈവമേ ആരാധന. ആഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. കുത്തിത്തുറന്നൊരാ മാറിലേ തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ. കുത്തിമുറിവേൽപ്പിച്ചിടുമ്പോഴും ക്രൂശിതനേ നീ എന്നാശ്രയമേ. കുത്തിത്തുറന്നൊരാ മാറിലേ തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ. കുത്തിമുറിവേൽപ്പിച്ചിടുമ്പോഴും ക്രൂശിതനേ നീ എന്നാശ്രയമേ. അലിവേറും സ്നേഹമേ ആരാധന. അലിവുള്ള ദൈവമേ ആരാധന. ആഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. അലിവേറും സ്നേഹമേ ആരാധന. അലിവുള്ള ദൈവമേ ആരാധന. ആഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. എന്നെ സ്നേഹിക്കും ദൈവം ജീവൻ നൽകുന്നു ക്രൂശിൽ. പാപം പോക്കുന്ന ദൈവം പ്രാണൻ നൽകുന്നു എനിക്കായി. എന്നെ സ്നേഹിക്കും ദൈവം ജീവൻ നൽകുന്നു ക്രൂശിൽ. പാപം പോക്കുന്ന ദൈവം പ്രാണൻ നൽകുന്നു എനിക്കായി. അലിവേറും സ്നേഹമേ ആരാധന. അലിവുള്ള ദൈവമേ ആരാധന. ആഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. അലിവേറും സ്നേഹമേ ആരാധന. അലിവുള്ള ദൈവമേ ആരാധന. ആഴലെല്ലാം നീക്കുന്ന കാരുണ്യമേ ആത്മാവിലായിരം ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ പെസഹ കൊണ്ടാടുന്ന ദിവസം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക കാണിച്ചതിൻ്റെയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും പവിത്രമായ ഓർമ്മ കൊണ്ടാടുന്ന ദിവസം. ഈ രാത്രിയിൽ ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുപാട് നന്ദി, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നതിന്. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട വൈദികൻ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ തിരുവോസ്തി എടുത്തുയർത്തിയപ്പോൾ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം
അതിൽ വരച്ച് നൽകി. ആ അത്ഭുതം ദിവ്യകാരുണ്യമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്ന വിളക്കണ്ണൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. ആരാധിക്കാം നമുക്ക്. ആദിമസഭയിൽ ദിവ്യകാരുണ്യ സക്രാരിയിൽ സൂക്ഷിക്കുന്ന പതിവില്ലായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുർബാന ഇല്ലാത്തതിനാൽ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി പെസഹ വ്യാഴാഴ്ച വൈകിട്ടത്തെ തിരുക്രമങ്ങൾക്ക് ശേഷം ഇരുസാദൃശ്യത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും സാദൃശ്യത്തിൽ ദിവ്യകാരുണ്യം സൂക്ഷിക്കുമായിരുന്നു. കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം ആ രാത്രി മുഴുവനും സഭാമക്കൾ ഒന്നു ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമായിരുന്നു. അതിൻ്റെ ഓർമ്മയാണ് പെസഹ ദിനത്തിലെ രാത്രിയിലെ ഈ ആരാധന. പ്രിയമുള്ളവരെ, സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അത് ദിവ്യകാരുണ്യമാണ്. നമുക്ക് ആരാധിക്കാൻ ജീവനുള്ള ഒരേ ഒരു കാര്യമേ സ്വർഗത്തിൽ നിന്ന് തന്നിട്ടുള്ളൂ. അത് ദിവ്യകാരുണ്യമാണ്. അതിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിന്റെ മാതാപിതാക്കളോ മക്കളോ ജീവിത പങ്കാളിയോ വീടോ സ്വത്തോ ജോലിയോ സ്ഥാനമാനങ്ങളോ ഒന്നും ദിവ്യകാരുണ്യത്തിന് പകരം വയ്ക്കാനാവില്ല. ഒന്നും പകരം വയ്ക്കാനില്ലാത്ത അതുല്യമായ ദിവ്യകാരുണ്യത്തെ ഒരിക്കൽ കൂടെ നമുക്ക് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ചേർന്ന് പാടി ഈശോയെ ആരാധിക്കാം. ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടെ പാടാം. ആരാധന 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 ആരാധന. പെസഹായുടെ രാത്രി കർത്താവിൻ്റെ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങൾ അലയടിച്ചുയർന്ന രാത്രിയാണ്. സ്നേഹിച്ചവനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെ, വിശ്വസിച്ചവനാൽ തള്ളിപ്പറയപ്പെട്ടതിൻ്റെ, കൂടെയുണ്ടാകുമെന്ന് കരുതിയവർ ഒറ്റപ്പെടുത്തിയതിൻ്റെ വേദനയാൽ കർത്താവിൻ്റെ മനസ്സ് നുറുങ്ങിയതിൻ്റെ ഓർമ്മയാണ് പെസഹ. ഈ പെസഹ രാത്രിയിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ 2 ശിഷ്യരെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ ആൾ പത്രോസാണ്. കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച്
നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞവനാണ് പത്രോസ്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവനാണ് പത്രോസ്. പ്രധാനാചാര്യൻ്റെ വീടിനടുത്ത് ഈശോയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് പത്രോസ് അകത്ത് പ്രവേശിച്ചത്. പക്ഷേ അല്പം ചൂട് കിട്ടുന്നതിന് വേണ്ടി കർത്താവിനെ അറിയില്ലെന്ന് 3 വട്ടം പത്രോസ് തള്ളി പറഞ്ഞു. കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയമിടിച്ചു. അവന് മനസ്സിലായി, കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒന്നും ജീവിതത്തിൽ നിലനിൽക്കില്ല. അവൻ തിരിഞ്ഞ് കർത്താവിനെ നോക്കി. അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടിയിട്ടുണ്ടാകും. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിട്ടുണ്ടാകും. എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നുള്ള വേദന. കർത്താവ് സ്നേഹത്തോടെ അവനെ നോക്കി. അവൻ സഭയുടെ തലവനായി മാറി. രണ്ടാമത്തെ ശിഷ്യൻ യൂദാസ്കറിയോത്തയാണ്. അവനെക്കുറിച്ച് നമുക്ക് നല്ലതൊന്നും അധികം പറയാനില്ല. എങ്കിലും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവനിലും ഒരുപാട് നന്മയുണ്ടായി എന്ന് കണ്ടെത്താൻ പറ്റും. തീവ്രവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തി, ഇസ്രായേൽ ജനത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നവൻ. അവൻ കർത്താവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും നോക്കി കണ്ടു. അവൻ തിരിച്ചറിഞ്ഞു, ഇവനാണ് അടിമത്തത്തിൽ നിന്ന് യഹൂദ ജനതയെ, ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കാനുള്ളവൻ. അതുകൊണ്ട് അവൻ കണക്കുകൂട്ടി, എങ്ങനെയെങ്കിലും ഗുരുവിനെ റോമൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിനരികിലെത്തിക്കണം. അവിടെ എത്തിച്ചാൽ അവൻ ആ സിംഹാസനത്തിൽ നിന്ന് റോമൻ ചക്രവർത്തിയെ മാറ്റി പകരം കയറിയിരിക്കും. അതിനുള്ള പവറുണ്ട് എൻ്റെ ഗുരുവിന്. 30 വെള്ളിക്കാശ് ലക്ഷ്യമാക്കി യൂദാസ് കർത്താവിനെ കൊലയ്ക്ക് വിട്ടുകൊടുത്തിരുന്നതായിരുന്നെങ്കിൽ അവൻ വിധിക്കപ്പെട്ട വിവരമറിയുമ്പോൾ പശ്ചാത്താപത്തോടുകൂടെ പുരോഹിത പ്രമുഖന്മാരുടെ അടുത്തേക്ക് 30 വെള്ളി നാണയം കൊണ്ട് തിരിച്ചോടി ചെല്ലില്ലായിരുന്നല്ലോ. എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, നിഷ്കളങ്ക രക്തം ഞാൻ വിറ്റു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. യൂദാസിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. പക്ഷെ അവൻ തിരിഞ്ഞ് കർത്താവിലേക്ക് നോക്കിയില്ല. ഓടി വന്നാൽ മതിയായിരുന്നു ഈശോയുടെ അടുത്തേക്ക്. പത്രോസിനെ സ്നേഹത്തോടെ സ്വീകരിച്ചതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെ സ്വീകരിച്ചേനെ യൂദാസിനെ. പക്ഷേ അവൻ കഴുമരത്തിലേക്കാണ് തിരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല, ഒത്തിരി പോരായ്മകളുള്ളവരാണ്. പക്ഷേ പോരായ്മകൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പത്രോസിനെ പോലെ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. തെറ്റിപ്പോയി എൻ്റെ കർത്താവേ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം. നിന്നെ കർത്താവ് തോളിലെടുക്കും. നിന്നെ അവിടുന്ന് പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവളുമായി മാറോട് ചേർക്കും. അത്രയ്ക്ക് സ്നേഹമാണ് കർത്താവിന് നിന്നോട്. ആ സ്നേഹത്തെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക? ഓരോ പെസഹായും കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉജ്ജീവിപ്പിച്ച് തരുന്ന പ്രവൃത്തിയാണ്. ഓരോ പെസഹായിലും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കണം. കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് നിന്നെ കാത്തു പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു രാത്രി.
മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ദിവ്യകാരുണ്യനാഥനെ നോക്കിയിരിക്കുന്ന ഓരോ ഹൃദയത്തിലേക്കും സ്നേഹം ഒഴുക്കപ്പെടട്ടെ. അവിടുത്തെ ആത്മാവിൻ്റെ വരദാനങ്ങൾ ഒഴുക്കപ്പെടട്ടെ. ഓരോ ആത്മാവും ശക്തി പ്രാപിക്കട്ടെ. തമ്പുരാൻ്റെ സ്നേഹമാണ് നമ്മെ ശക്തിപ്പെടുത്തുക. ആ സ്നേഹത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക്. ഹൃത്തിലെന്നെ വഹിച്ചദീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചദീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയദീന തുമ്പമൊന്നും ഈശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയദീന തുമ്പമൊന്നും ഈശിയില്ല. 3 വർഷങ്ങൾക്ക് മുൻപ് ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവകയിൽ ഒരു മകന് കിഡ്നി തകരാറിലായപ്പോൾ കർത്താവ് ദാനമായി തന്ന 2 കിഡ്നികളിൽ ഒന്ന് ആ സഹോദരന് കൊടുക്കാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് തന്നു. അന്ന് സർജറിക്ക് ശേഷം പോസ്റ്റ് ഓപ്പിൽ കിടന്നിരുന്ന സമയം ജീവിതത്തിൽ മറക്കാനാകാത്ത പീഡാനുഭവ സന്ദേശം കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് തന്നത് നന്ദിയോടെ ഈ ആരാധന വേളയിൽ ഓർക്കുകയാണ്. ഒരു കിഡ്നി പോയതുകൊണ്ടും ബാക്കിയുള്ള കിഡ്നിക്ക് കുഴപ്പം വരാതിരിക്കേണ്ടതുള്ളത് കൊണ്ടും വേദനാസംഹാരികൾ തരാൻ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ വേദനയെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് കാണാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ പരിശ്രമിച്ചു. കണ്ണുകളടച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ മാത്രം ധ്യാനിക്കാനായി ഞാൻ ശ്രമിച്ചു. അന്ന് കർത്താവ് എനിക്ക് തന്ന ഒരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത വിധം മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പെസഹ വ്യാഴാഴ്ചയിലെ വിചാരണകൾക്കും പീഡനങ്ങൾക്കൊക്കെ ശേഷം ദുഃഖവെള്ളിയാഴ്ച നേരം പുലരുന്നതുവരെ കർത്താവിനെ ഒരു കിടങ്ങിൽ തള്ളിയിട്ട് സൂക്ഷിച്ചു എന്ന് പാരമ്പര്യങ്ങളിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവ് ആ ഒരു രംഗമാണ് എൻ്റെ കണ്ണുകളിലേക്ക് അന്ന് നൽകിയത്. പക്ഷേ മനസ്സിലാക്കിയിട്ടുള്ളതിലും കേട്ടിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ചിത്രമാണ് ഞാൻ കണ്ടത്. കർത്താവിനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കിടങ്ങിലേക്ക് കാലുകളിൽ കയറ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. അവിടുത്തെ ദേഹത്തിൽ നിന്നൊഴുകുന്ന ചോര മുഴുവനും അവിടുത്തെ മൂക്കിലൂടെയും കണ്ണിലൂടെയും വായിലൂടെയൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്ന കർത്താവിനെയാണ് ആ രാത്രിയിൽ ഞാൻ കണ്ടത്. എൻ്റെ കർത്താവിനോട് അന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ ഈശോയെ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ തക്ക വിധം എന്ത് നന്മയാണ് എന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയോട് ചോദിക്കണം, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രം എന്ത് നന്മയാണ് ഞങ്ങളിലുള്ളത്. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഓരോ ദിവസവും
ഞാൻ ആ സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കൂദാശവചനം ഉച്ചരിക്കുന്ന സമയത്ത് പീലാസയിൽ ഗോതമ്പപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിനെന്ന് ഞാൻ പറയുന്ന നിമിഷത്തിൽ കർത്താവിനെ തല കീഴാക്കി തൂക്കിയിട്ടിരിക്കുന്ന രംഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു വിശുദ്ധ കുർബാന പോലും ഒഴിയാതെ അന്ന് മുതൽ ഇന്നോളം അതേ കാര്യം കണ്ടുകൊണ്ടിരിക്കുക. ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്ന കർത്താവ് നമ്മെ നോക്കി പറയും, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിനെന്ന്. പീലാസ എടുത്തുയർത്തുമ്പോൾ മുന്തിരി നീരിനെ രക്തമാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറയുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തരുന്നൊരു ചിന്തയുണ്ട്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൊരു രംഗമാണ്. കൽത്തൂണിൽ കെട്ടി ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്ന കർത്താവിൻ്റെ ചിത്രം. ലോഹത്തുണ്ടുകൾ കെട്ടിയുണ്ടാക്കിയ ചമ്മട്ടികൾ കൊണ്ട് ഓരോ അടി അടിക്കുമ്പോഴും മാംസകഷ്ണങ്ങൾ ചിതറിത്തെറിക്കുന്നു. ആ പീഡാനുഭവ രംഗത്തിന് ശേഷം കൽത്തൂണിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങൾ വിടുവിച്ച് കർത്താവിനെ, ചോര വാർന്ന വികൃതമായ ശരീരമുള്ള തമ്പുരാനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രംഗമുണ്ട്. ഒരു കൈയിൽ പട്ടാളക്കാരൻ മുറുകെ പിടിച്ച് വലിക്കുന്നു, മറുകൈ നീട്ടിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, മക്കളെ, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളും ഞാനും തമ്മിലുള്ള പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. ഓർക്കാറുണ്ടോ എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്തുമാത്രം വേദനിച്ചിട്ടാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശരീരവും രക്തവും നൽകിയത്? നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി മാറിയത് എന്തുമാത്രം വേദനിച്ചിട്ടാണെന്ന് ധ്യാനിച്ചിട്ടുണ്ടോ? നമ്മെ ഓരോരുത്തരെയും നോക്കി ഈ രാത്രിയിലും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ വിശുദ്ധ കുർബാനയായി മാറിയത്. നീയൊന്ന് സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഞാൻ ഈ പാടുവീടുകളൊക്കെ സഹിച്ചത്. നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തത്. അവിടെ നമ്മെ നോക്കി പറയും, എൻ്റെ പിതാവ് എൻ്റെ സഹനം കാണാൻ സാധിക്കാതെ വാ പൊത്തിപ്പിടിച്ച് നിന്നൊരു സമയമുണ്ടെന്ന് മക്കളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവായ ദൈവം, സഹായകനായ ദൈവം കണ്ണ് പൊത്തിപ്പിടിച്ച് നിന്നൊരു സമയമുണ്ട്. അത് കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന സമയമാണ്. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയിൽ നിന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സാന്നിധ്യം കാൽവരി മലയുടെ മുകളിൽ നമ്മൾ കാണും. എന്തിനായിരുന്നെന്നോ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം, നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇന്നും എൻ്റെ കരച്ചിൽ, നിന്റെ ആത്മാവിന് വേണ്ടിയുള്ള എൻ്റെ കരച്ചിൽ കാൽവരി മലയുടെ മുകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അന്ന് കാൽവരി മല എന്നോടൊപ്പം കരഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചം മുഴുവൻ എന്നോടൊപ്പം കരഞ്ഞിട്ടുണ്ട്, പിതാവും പരിശുദ്ധാത്മാവും എന്നോടൊപ്പം കരഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടിയാണ്. നീ ഒന്ന് കണ്ണുകൾ അടച്ചേ. കാൽവരി മലയുടെ മുകളിൽ നിനക്ക് വേണ്ടി 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന എന്നെ നീ ഒന്ന് കണ്ടേ മനസ്സിൽ. നമുക്ക് ഈശോയുടെ ചിത്രം ഒന്ന് കാണാം മനസ്സിൽ. നമുക്ക് വേണ്ടി പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനത്തിൻ്റെ ഈരടികൾ ശ്രദ്ധാപൂർവം കേട്ട് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.
നാഥനിതാ ആരാധിക്കുന്നു. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേൽ പീഡയും നാഥനിതാ ആരാധിക്കുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ കാലിലൊരു മുള്ളുകൊണ്ടാൽ എന്തോരാണ് നിനക്ക് വേദനിക്കുക. എൻ്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള ആണികൾ അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായ വേദന നിനക്കറിയാമോ? നീ ധ്യാനിക്ക് എൻ്റെ വേദനയെ. മുൾമുടിയാണികൾ നിൻ ശിരസിൽ തീർത്ത മുറിവുകൾ ധ്യാനിക്കാൻ കൃപയേകണേ. മുൾമുടിയാണികൾ നിൻ ശിരസിൽ തീർത്ത മുറിവുകൾ ധ്യാനിക്കാൻ കൃപയേകണേ. ആ മുറിവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന, ആ മുറിവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ ഈശോ. ഈശോ തിരുച്ചോരയാൽ എന്നെ കഴുകേണമേ. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേൽ പീഡയും നാഥനിതാ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് അനുഭവിച്ച ഓരോ വേദനയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ തരണമേ. ഓരോ ചാട്ടവാറടിയും എൻ്റെ പാപങ്ങളാണ് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന ഈശോയെ. ചാട്ടവാറടികൾ നിൻ തിരുമേനിയിൽ തീർത്ത നോവുകൾ ധ്യാനിക്കാൻ കൃപയേകണേ. ചാട്ടവാറടികൾ നിൻ തിരുമേനിയിൽ തീർത്ത നോവുകൾ ധ്യാനിക്കാൻ കൃപയേകണേ. ജീവിത നോവുകൾ ആ മുറിവിൽ ചേർത്ത്, ജീവിത നോവുകൾ ആ മുറിവിൽ ചേർത്ത് തിരുമുറിവാക്കുവാൻ വരമേകണേ ഈശോ. ഈശോ തിരുമാറിലെന്നെയും ചേർത്തിടണേ. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേൽ പീഡയും നാഥനിതാ ആരാധിക്കുന്നു. കരയും കാൽവരിയിൽ ഉയരും കുരിശിന്മേൽ പീഡയും നാഥനിതാ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നിനക്ക് വേണ്ടി ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണെന്ന് ധ്യാനിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ടു പോയ
ആടിൻ്റെ കഥ പറയുന്ന ഉപമ മനസ്സിരുത്തി നീ ധ്യാനിച്ചിട്ടുണ്ടോ? 100 ആടുകളുള്ള ഇടയൻ അതിലൊന്നും നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്നു. 10 നാണയം കയ്യിലുള്ള സ്ത്രീ അതിലൊരു നാണയം നഷ്ടപ്പെട്ടാൽ ബാക്കി 9 വീട്ടിലുണ്ടെന്നുള്ള ചിന്ത മറന്നിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ അന്വേഷിച്ച് നടക്കുന്നു. 4 മക്കളുള്ള ഒരു അമ്മ അതിലൊരു കുഞ്ഞിനെ കാണാതായാൽ ബാക്കിയുള്ള 3 മക്കളെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമോ? നിങ്ങളുടെ കൈവശം എത്രമാത്രം സ്വർണം ഉണ്ടായാലും ഒരു ചെറിയ സ്വർണം നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം അവിടെ വെച്ചിട്ട് അതിനേക്കാൾ മൂല്യം കൊടുത്ത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് നടക്കില്ലേ? വല്ലവരുടെയും മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ആ വേദന ഉണ്ടാകില്ല. ഒരുപക്ഷെ ഒന്ന് സഹതാപം പ്രകടിപ്പിക്കുമായിരിക്കും, അതോടെ തീരും. പക്ഷെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ ഊണും ഉറക്കവുമില്ലാതെ രാവും പകലും തേടി നടക്കും അതിനെ കണ്ടെത്താൻ. മനസ്സിലായോ എന്തിനാണ് കർത്താവ് നിന്റെ പുറകെ നടക്കുന്നതെന്ന്? നിനക്ക് വേണ്ടി കുരിശിലേറിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നീ സ്വർഗത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ്, നീ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. നീ നഷ്ടപ്പെടുമ്പോൾ സ്വർഗം മുഴുവനും കരയും. കാരണം നീ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെയാണ്. നിന്നെ വീണ്ടെടുക്കലാണ് പിന്നെ സ്വർഗവാസികൾ എല്ലാവരുടെയും പണി. പിന്നെ അവിടെ ഊണില്ല, ഉറക്കമില്ല, നിന്നെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. ഈ പെസഹാ ദിനത്തിൽ ഒന്ന് തിരിച്ചു നടക്കണ്ടേ നമുക്ക്? ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. സക്കേവൂസിൻ്റെ കഥയാണ്. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ചുങ്കക്കാരെ യഹൂദവംശം മുഴുവൻ വെറുത്തിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ധാരാളം പണം ഉണ്ടായിരുന്നു, വലിയ വീട്, ഇഷ്ടംപോലെ സമ്പത്ത്, ഇഷ്ടംപോലെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, സ്വർണങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ സക്കേവൂസിൻ്റെ മനസ്സിൽ എന്തോ ഒരു കുറവ്, ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ. സക്കേവൂസ് ഭാര്യയോടൊക്കെ പങ്കുവെച്ച് കാണും. ഭാര്യയും പറഞ്ഞു കാണും, സമാധാനം കിട്ടാനൊരു വഴിയുണ്ടെന്ന്. യേശുവിനെ കണ്ടു നോക്ക്. ഞാൻ ധ്യാനിക്കുകയാണ്, സക്കേവൂസ് പലവട്ടം അതിന് പരിശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചില്ല. സക്കേവൂസ് ഈശോ വരുന്ന വഴിയെ വന്ന് നിൽക്കും. പക്ഷേ പൊക്കമുള്ള ആരെങ്കിലുമൊക്കെ സക്കേവൂസിന് മുമ്പിൽ കയറി നിൽക്കും, കാണാൻ പറ്റാതെ പോകും. സക്കേവൂസിന് മനസ്സിലായി പൊക്കക്കുറവ് ഒരു പ്രശ്നമാണ്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണാനുള്ള തടസ്സം പൊക്കക്കുറവാണ് എന്ന് സക്കേവൂസ് മനസ്സിലാക്കി. സക്കേവൂസ് അതിന് പരിഹാരം ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. സക്കേവൂസ് അപ്പോസ്തലന്മാരിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കാണും. ഈശോ അന്ന് ഏതു വഴിക്കാണ് പോകുന്നതെന്ന് അന്വേഷിച്ച് പോകുന്ന വഴി നിശ്ചയിച്ചു. അവിടെ ഇനി എന്ത് ചെയ്താൽ ഈശോയെ കാണാമെന്ന് സക്കേവൂസ് ചിന്തിച്ച് കാണും. ഒടുവിൽ അവൻ കണ്ടുപിടിച്ചു, മരക്കൊമ്പി കയറിയിരുന്നാൽ ആരും മുമ്പിൽ കയറി നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അവൻ മരക്കൊമ്പി കയറിയിരുന്നു. ദൃഢനിശ്ചയമാണ്, ഇന്ന് ഞാൻ എൻ്റെ ഈശോയെ കണ്ടിരിക്കും. അവൻ പോരുന്നതിന് മുൻപ് വീട്ടിൽ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈശോ അവനെ കണ്ട ഉടനെ തന്നെ അവൻ സന്തോഷത്തോടെ താഴെ ഇറങ്ങി വന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി സദ്യ കൊടുക്കുകയാണ്. കർത്താവിനും കൂടെയുള്ള എല്ലാവർക്കും സദ്യ വിളമ്പുന്നു. ആ സദ്യക്ക് മധ്യയാണ് തട്ടിയെടുത്തിട്ടുള്ളതൊക്കെ ഇരട്ടിയായി. സ്വത്തിൽ പകുതിയും ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നുള്ള ഓഫർ നൽകുന്നത്. പ്രിയമുള്ളവർ, എന്തുമാത്രം ഒരുക്കമാണ് സക്കേവൂസ് നടത്തിയിട്ടുള്ളതെന്ന് ധ്യാനിക്കുക. ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അവനെ കണ്ടതല്ല, അവൻ അത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കാണണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വരുമ്പോൾ നമ്മൾ അതുപോലെ ഒരുങ്ങണം.
നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ വിചാരങ്ങൾ കൊണ്ട് നമ്മൾ ഒരുങ്ങണം ഈശോയെ കാണാനായി. ചിലപ്പോഴെങ്കിലും ചിന്തിക്കും, ഇതുപോലെയൊന്നും ഒരുങ്ങാത്തവനല്ലേ നല്ല കള്ളൻ, ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ സ്വർഗം നേടിയെടുത്തതെന്ന്. നമ്മുടെ ചിന്ത തെറ്റാണ് പ്രിയപ്പെട്ടവരെ. കള്ളന്മാരെ കുരിശു വഹിക്കാൻ തുടങ്ങിയ സമയം മുതൽ കർത്താവിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. കൂടെ നടക്കുന്ന സമയത്ത് നല്ല കള്ളനെന്ന് നമ്മൾ വിളിക്കുന്നവൻ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ കണ്ണുകളിലെ നിഷ്കളങ്കത അവൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവൻ നിഷ്കളങ്കനാണെന്നും ഇവൻ സഹിക്കുന്നത് എന്തോ ഉദ്ദേശത്തോടു കൂടിയാണെന്നും ഒടുവിൽ ഇവൻ ദൈവമാണെന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കുരിശിൽ കിടന്ന് ഏറ്റുപറയാണ്. ഒപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഇടതുവശത്തെ കള്ളനെ ശാസിക്കുന്നതിലൂടെ അവൻ ഏറ്റുപറയുകയാണ്, കർത്താവേ, ഞാൻ ഈ കുരിശുമരണത്തിന് യോഗ്യനാണ്, ഞാൻ പാപിയാണ്. അവൻ പാപം ഏറ്റുപറഞ്ഞ് അവൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് കർത്താവ് അവനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. ഒരു സെക്കൻഡ് കൊണ്ട് പറുദീസ സ്വന്തമാക്കിയവനല്ല നല്ല കള്ളൻ. പശ്ചാത്താപത്തോടെ ഈശോയെ മനസ്സിലാക്കുന്നതിലൂടെ, തെറ്റ് ഏറ്റു പറഞ്ഞതിലൂടെ സ്വർഗം സ്വന്തമാക്കിയവനാണ് നല്ല കള്ളൻ. പെസഹായുടെ ഈ രാത്രി ഒരു തിരിച്ചു നടപ്പിൻ്റെ രാത്രിയാകട്ടെ. സക്കേവൂസ് അവൻ്റെ പൊക്കക്കുറവിനെ അംഗീകരിച്ചതുപോലെ നമ്മളിൽ എന്ത് കുറവാണുള്ളതെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് വിടവാണ് വന്നിട്ടുള്ളത്, അത് നികത്തണ്ടേ. ലൂക്കാസ് വിശേഷം 18-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്താ ഒരു കുറവുള്ളത്? സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന് തന്നെ അറിയാം അവൻ പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും അവൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ, ഇത് പോരാ, ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. കർത്താവ് അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അവൻ്റെ കുറവെന്താന്ന്. പക്ഷെ തിരുത്താൻ അവനായില്ല, വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നിടത്താണ് കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ ഒഴുക്കപ്പെടുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നിടത്താണ് സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ഒരു കൃപയാണ്. എളിമപ്പെടൽ കർത്താവിൻ്റെ ഒരു കൃപയാണ്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എന്തുമാത്രം എളിമപ്പെടാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം നമ്മൾ നന്ദി പറയണം. അത്ര കൃപ കർത്താവ് എനിക്ക് തന്നതാണ്. നമുക്ക് ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ കഴിവല്ല കർത്താവേ, ഞാൻ നിന്നോട് കൂടെ ചേർന്നിരിക്കാൻ എനിക്ക് കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ദാനമാണ്, എൻ്റെ കഴിവുകൊണ്ടല്ല. നീ എനിക്ക് നൽകിയ വലിയ കൃപയാണ് നിന്നോട് ചേർന്നിരിക്കാനുള്ള അവസരം. ഓരോ കുർബാനയിൽ, ഓരോ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള നമുക്ക് കിട്ടുന്ന അവസരം ഈശോ ഒരുക്കുന്ന അവസരമാണ്. നന്ദി പറയണം നമ്മൾ. നമുക്ക് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈശോ നമ്മെ വിളിക്കുന്നത് കൊണ്ടാണ്. ഈശോയ്ക്ക് നന്ദി പറയാൻ പറ്റണം. ഓരോ എളിമപ്പെടലും തിരിച്ചൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാണ്. നന്ദി പറയണം. നമുക്ക് പാടി നന്ദി പറയാം. എൻ്റെ കഴിവല്ല കർത്താവേ, നിന്റെ കൃപയാണെല്ലാം. കഴിവല്ല നിൻ കൃപയാ
ഈശോയെ തിരിച്ചു നടക്കാനുള്ള കൃപ തരണമേ. ധൂർത്തപുത്രൻ തനിക്ക് കിട്ടിയ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ചതുപോലെ മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മീയ സ്വത്ത്, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതികതയുടെ പുറകെയുള്ള നേട്ടങ്ങളുടെ പുറകെയുള്ള ഓട്ടത്തിൻ്റെ പുറകിൽ നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, തിരിച്ചെടുക്കണം. നഷ്ടപ്പെട്ടു പോയ നൈർമല്യം തിരിച്ചെടുക്കണം. നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങൾ തിരിച്ചെടുക്കണം. കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് രോഗിയായി മാറിയപ്പോ രോഗിയായി മാറിയപ്പോ തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപ സ്വന്തമാക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഏറ്റവും എളുപ്പവഴി പരിത്യാഗ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ശരീരത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിന് പകരം, ഭൗതികമായി നമ്മുടെ കാര്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിന് പകരം, നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് പരിഹാര പ്രവൃത്തികൾ. കൊച്ചു കൊച്ചു ഉപേക്ഷകൾ, സുഹൃത ജപങ്ങ ചൊല്ലൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കൽ. ഈ വെള്ളിയാഴ്ചയിലെ തുടർന്നുള്ള സമയം മുഴുവനും ഒരു പരിത്യാഗത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കട്ടെ. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ. ഈശോയുടെ പീഡാസഹനത്തെ കൂടുതൽ ധ്യാനിക്കാനും ഈശോയുടെ പീഡാനുഭവ രൂപത്തെ വന്ദിക്കാനൊക്കെ നമ്മൾ പോകുമ്പോൾ മനസ്സിലുണ്ടാകണം, എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ എനിക്ക് പറ്റാവുന്നത്ര പരിത്യാഗ പ്രവർത്തികൾ ചെയ്യണം. നീ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ നിന്റെ തമ്പുരാന് സാധിക്കില്ല. സക്കേവൂസ് മരക്കൊമ്പിൽ കയറിയിട്ടാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ ഉയർന്നു നിന്നു. ഈശോയുടെ മുമ്പിൽ അന്നുണ്ടായിരുന്ന എല്ലാ ജനങ്ങളെക്കാളും ഉയരത്തിൽ നിന്നു സക്കേവൂസ്. അവൻ അതിനുവേണ്ടി ത്യാഗം സഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ത്യാഗമെടുക്കാൻ തയ്യാറായാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഉയർത്തപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നതായിരിക്കണം എന്ന വചനം നമുക്ക് ഓർക്കാം. എൻ്റെ കൂടെ ആരാധനയിൽ പങ്കുചേരുന്നവരിൽ നിന്ന് ഒരു പടി ഉയർന്ന് എൻ്റെ ഈശോയെ എങ്ങനെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും? എൻ്റെ ഈശോയുടെ ശ്രദ്ധ എന്നിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? പ്രിയമുള്ളവരെ, എൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് 1 മാസമാകുന്ന സമയമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ, ഒരു ചേട്ടൻ
അദ്ദേഹത്തിൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ മകൻ്റെ തല അടിച്ച് വീണതിനെ തുടർന്ന് തലച്ചോറൊക്കെ ഡാമേജായി. ഹോസ്പിറ്റലുകാർ വിധി എഴുതി ഇവനെ തിരിച്ചു കിട്ടില്ല, കിട്ടിയാൽ തന്നെ കോമ സ്റ്റേറ്റിൽ അങ്ങനെ കിടക്കുകയുള്ളൂ, ഒന്നും ഓർമ്മയുണ്ടാകില്ല. ആ സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ പറഞ്ഞു, എൻ്റെ മകനെ എനിക്കിനി തിരിച്ചു കിട്ടില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ മോനെ തിരിച്ചു തരും, പേടിക്കണ്ട. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്തു. എനിക്ക് നടക്കാനൊക്കെ ശരിക്കും പറ്റി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനൊരു തോർത്തും കൊണ്ടെടുത്ത് എൻ്റെ വയറിൽ ഇങ്ങനെ വലിച്ചു കെട്ടി, സ്റ്റിച്ച് അകലാതിരിക്കാൻ. ഞാനന്ന് ശുശ്രൂഷ ചെയ്തത് കനകമല എന്ന് പറയുന്ന സ്ഥലത്താണ്. വലിയൊരു മലയാണ്, മലയാറ്റൂരിനേക്കാളും കുത്തനെയുള്ളൊരു മല. ഞാൻ എൻ്റെ കർത്താവിനോടൊരു നിയോഗം വെച്ചു, മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചോളാം, ആ കൊച്ചിന് ജീവൻ കൊടുക്കണം. ഞാൻ എന്നിട്ട് ആ മല കയറാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഒരുപാട് വേദനിച്ചിട്ടാണ് മലമുകളിൽ എത്തിയത്. അവിടെ ഇരുന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആ കൊച്ചിന് ജീവൻ കൊടുക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് IT കമ്പനിയിൽ അവൻ്റെ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ജോലി ചെയ്യാം ഭംഗിയായിട്ട്. അവന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അത്രയ്ക്ക് സ്പീഡിൽ 6 മാസം കൊണ്ട് അവനെല്ലാം പിക്കപ്പ് ചെയ്തു. മണം കിട്ടില്ല അവന്, ഒരു ഓർമ്മ. അതിനായിരിക്കും കർത്താവ് അത് അനുവദിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളൊരു ത്യാഗമെടുത്താൽ നമ്മുടെ കർത്താവിന് നമ്മൾ ചോദിക്കുന്നത് തരാതിരിക്കാനാകില്ല. ഈ രാത്രി ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ സഹനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അവരൊന്നും നേരെയാകുന്നില്ലെന്ന് പലപ്പോഴും വന്ന് നമ്മുടെ വികാരിച്ചന്മാരോടൊക്കെ പറയാറില്ലേ? അപ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ എന്ത് ത്യാഗമാണ് അവർക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മുടെ എന്തോരം സമയം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട് ഈ മക്കളൊന്ന് വിശുദ്ധിയിൽ വളരാൻ വേണ്ടി, നമ്മുടെ കുടുംബം സന്തോഷമായിരിക്കാൻ വേണ്ടി. എന്ത് ത്യാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, നീ ത്യാഗം എടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവനുണ്ടായത്. ഞങ്ങൾ ത്യാഗമെടുത്താൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ജീവനുണ്ടാകും. പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് ഉറങ്ങാത്ത രാത്രിയായിരുന്നു പെസഹ രാത്രി. മുഴുവൻ സമയവും എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി സഹനങ്ങളിലൂടെ കടന്നുപോയ രാത്രി. ഈ രാത്രി ഈശോടൊപ്പമായിരിക്കാം. നമ്മുടെ ആരാധന നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നെങ്കിലും മനസ്സിൽ ഈ ആരാധന തുടരട്ടെ. ഹൃദയത്തിൽ ഈ ആരാധന നിറഞ്ഞു നിൽക്കട്ടെ. ശാന്തമായൊരു രാത്രി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിച്ച് സ്തുതിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ തൊട്ടറിയുന്ന ഒരു ദുഃഖ വെള്ളിയാഴ്ച തരണേ. കർത്താവിനോടൊപ്പം ഉത്ഥാനം ചെയ്യാനുള്ള ഒരു ഈസ്റ്റർ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യീശോയുടെ ഈ ആരാധന അവസാനിപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.